ഇത് മനുഷ്യരോ നാഗത്താന്മാരോ? നോക്കി നിൽക്കെ മനുഷ്യർക്ക് എങ്ങനെയാണ് ഭണം വിടർത്തുന്ന സർപ്പങ്ങളായി ചീറ്റാനും പാമ്പിനെ പോലെ ഇഴയാനുമാകുന്നത്? അത്ഭുത അതിരേകത്താൽ ഞങ്ങൾ കണ്ടുനിന്ന അവിശ്വസനീയമായ കാഴ്ചകളിതാ. ചീറ്റി അടിച്ച ഒരു ഉഗ്ര സർപ്പം പോലെ ആരുടെ ദേഹത്തേക്ക് വേണമെങ്കിലും പടർന്നു കയറാവുന്ന നാഗരൂപികളുടെ കഥ. സ്വന്തം കണ്ണുകളെ പോലും നിങ്ങൾക്ക് വിശ്വസിക്കാനായെന്ന് വരില്ല ഭീതിതമായ ഈ കാഴ്ച കാണുമ്പോൾ. നോക്കി നിൽക്കെ മനുഷ്യരിത നാഗരൂപമെടുക്കുന്നു. മകരപ്പൂയം നാളിൽ ഉത്സവനാള്, കണ്ണങ്കോട് മുരുകന് തിരുവുത്സവനാള്. പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ ദിനവന പരായണ ജയിക്കുക ചിദാനന്ദ ദയ സിന്ധു ജയിക്കുക. കണ്ണങ്കോട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഒരു നെടുന്തൂണാണ് പ്രമോദ്. തുടർച്ചയായി 30ഓളം വർഷങ്ങളായിട്ട് ക്ഷേത്ര SNDP ശാഖാ കമ്മിറ്റി അംഗമാണ്. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഗോവിന്ദൻ ഭക്തർ എന്നറിയപ്പെടുന്ന ഗുരുദേവന്റെ ശിഷ്യ പരമ്പരയിൽപ്പെട്ട ഒരാളായിരുന്നു ഇത് ക്ഷേത്രത്തിൻ്റെ സ്ഥാപകൻ. ഗുരുദേവന്റെ പാദമുദ്ര കൊണ്ട് ധന്യമായ സ്ഥലമാണ് കണ്ണങ്കോട് എന്ന സ്ഥലം. ഗുരുദേവന്റെ ശിഷ്യനായിരുന്ന കൊച്ചുനാരായണ സ്വാമി ഗുരുദേവന്റെ കൽപ്പന ഇവിടം ഇതുവഴി വന്നപ്പോൾ ഇവിടം ക്ഷേത്രം നിർമ്മിക്കുന്നതിന് അനുയോജ്യമാണെന്ന് പറയുകയും ഈ സ്ഥലത്ത് ഒരു ഗുരുമന്ദിരം പോലെ ആദ്യം നിർമ്മിക്കുകയും അതിനകത്ത് കൊച്ചുനാരായണ സ്വാമി വേല് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. വേലിന്റെ പിന്നിലായി ഗുരുദേവന്റെ ചില്ലിട്ട ചിത്രവും കന്നിമൂലയിൽ ഗണപതി ഭഗവാന്റെ ഒരു വിഗ്രഹവും പ്രതിഷ്ഠിച്ചു. 2003 ഇതിന്റെ പ്രതിഷ്ഠ നടക്കുന്നത്. 23 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിൽ ആദ്യത്തെ ഗുരുദേവ ക്ഷേത്രം, അതായത് കൃഷ്ണശിലയിൽ ദേവവിഗ്രഹം നിർമ്മിച്ച് അതിന് താന്ത്രിക വിധിപ്രകാരം പ്രതിഷ്ഠ നടത്തി ആചാരവിധി പ്രകാരം 3 നേരം നിവേദ്യവും പൂജകളും നൽകി വന്ന ലോകത്തിലെ ആദ്യത്തെ ഗുരുദേവ ക്ഷേത്രമായിരുന്നു അന്ന്. ഗണപതി ഭഗവാനും ഗുരുദേവനും പ്രിയമോടെ വാണിടും നാഗരാജനും യോഗീശ്വര സ്വാമിയും വാഴുമിവിടെ. അതായത് പ്രത്യക്ഷ നാഗദൈവങ്ങൾ കളം നിറഞ്ഞാടി ഭക്തജനങ്ങൾക്ക് അനുഗ്രഹ വർഷം ചൊരിയുന്ന ഒരു പ്രത്യേക പരിപാടി തന്നെയാണ് ഇന്ന് കളമെഴുത്തും പാട്ട്. യഥാർത്ഥത്തിൽ പുറം രാജ്യങ്ങളിൽ നിന്ന് പുറം പ്രദേശങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഭക്തജനങ്ങൾ അതിശയിച്ചു പോകും. എങ്ങനെയാണ് ഈ ഭക്തർ ഇത്രത്തോളം ഭഗവാനിൽ അലിഞ്ഞു ചേരുന്നത് എന്ന് പലർക്കും അതിശയം തോന്നിയിട്ടുണ്ട്. അത്രയ്ക്ക് ഭക്തജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ടും ദൈവത്തിൻ്റെ കൃപ കൊണ്ടും നിറഞ്ഞാടി നിൽക്കുന്ന ഒരു പരിപാടി തന്നെയാണ് കളമെഴുത്തും പാട്ടും. സ്വാമിമാർ അനുഗ്രഹീതരാകുകയും നാഗ ദൈവങ്ങളായും നാഗദേവിയായിട്ടും മറ്റും പ്രത്യക്ഷപ്പെടുന്ന ആ കാഴ്ച കണ്ട് ഭക്തജനങ്ങൾ അതിൽ ലയിച്ചു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ദർശിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്ക് അനുഗ്രഹങ്ങൾ, പ്രത്യേകിച്ച് ബാലികമാർ. അപ്പൊ അവര് ഇവിടുന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് മാതാപിതാക്കൾ പേടിച്ച് ഈ ദിവസങ്ങൾ കൊണ്ടുപോകുന്നു. അവിടുന്ന് തിരിച്ച് അതേപോലെ തന്നെ
അവരിങ്ങനെ വരുന്നതായിട്ടുള്ള കാഴ്ച. എവിടെ കൊണ്ടുപോകുന്നു, ജില്ല വിട്ടു പോയാൽ തന്നെ അവിടുന്ന് അനുഗ്രഹം കൊണ്ട് നിറഞ്ഞു തുള്ളി വരുന്ന ഒരു സ്ഥിതിയുണ്ട്. അതിനെക്കുറിച്ചൊന്നും വിവരിക്കണം. ചില രക്ഷകർത്താക്കൾ കുട്ടികളെ ഈ 8, 9, 10 ദിവസങ്ങളിൽ നിർബന്ധിച്ച് 8ാം ഉത്സവ ദിവസം വർക്കിംഗ് ഡേ ആണെങ്കിൽ അവർ സ്കൂളിലേക്ക് പറഞ്ഞു വിടും. പക്ഷെ ആ സ്കൂളിൽ നിന്ന് കുട്ടികൾ ഒരു സമയമാകുമ്പോൾ ആ കുട്ടികൾ അവിടെ ചേഷ്ടകൾ കാണിച്ചിട്ട് അധ്യാപകർ രക്ഷകർത്താക്കളെ വിളിച്ചു വരുത്തിയിട്ട് ആ അധ്യാപകരും രക്ഷകർത്താക്കളും കൂടെ കുട്ടികളെ ഇവിടെ കൊണ്ടുവരുന്ന അനുഭവങ്ങൾ, അത് ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവം. അതുപോലെ ചില കുട്ടികൾ ഇങ്ങനെ മറ്റ് ദിവസങ്ങളിലും ഇതുപോലെ ബുദ്ധിമുട്ടുകൾ രക്ഷകർത്താക്കൾക്ക് ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികളെ അമ്പലത്തിലേക്ക് വിടാതെ വീടുകളിൽ പിടിച്ചിരുത്തിയിട്ടുണ്ട്. പക്ഷേ ആ സമയമാകുമ്പോൾ കുട്ടികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി രക്ഷകർത്താക്കൾ ആ കുട്ടികളുമായിട്ട് ഇവിടെ എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. യാദൃശ്യമായി കണ്ടുമുട്ടിയ ഇവിടുത്തെ മുൻ മേൽശാന്തിയാണ് ശിവു ശാന്തി. ഇപ്പൊ ഏത് ക്ഷേത്രത്തിലാണ്? ആര്യങ്കാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. കേരളത്തിൽ അറിയപ്പെടുന്ന ആര്യങ്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ശാന്തിയാണ്. 2003 ഈ ക്ഷേത്രം പ്രതിഷ്ഠിച്ചപ്പോൾ മുതൽ 6 വർഷക്കാലം ഇവിടെ മേൽശാന്തിയായിരുന്നു. കേരളത്തിലെ പ്രശസ്തമായ മുരുകക്ഷേത്രങ്ങളിൽ ഒന്നായ കണ്ണങ്കോട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. പുനലൂർ റൂട്ടിൽ ചെങ്ങവനാട്ട് നിന്നും തിരിഞ്ഞ് വെട്ടിക്കവല വഴി 600 മീറ്റർ മാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദോഷങ്ങൾ കരുതി വരുത്താൻ എപ്പോഴും ആ ദേവൻ കഠിന ഗൃഹത്തോട് നിറഞ്ഞ സാന്നിധ്യത്തിൽ സ്വാമിമാരെ നിൽക്കുന്നു. അതിനപ്പുറമായിട്ട് ഭക്തിയോടുകൂടി നിൽക്കുന്ന ഭക്തജനങ്ങൾ നിൽക്കുന്നു. എത്ര നാളുകൊണ്ട് ഇവിടെ എടുക്കുന്നുണ്ട്? ഞാനൊരു 10 വർഷം എടുക്കുന്നുണ്ട്. 10 വർഷം കൊണ്ട്. എന്താണ് ഗുണങ്ങൾ? എങ്ങനെയാണ് ഗുണങ്ങൾ? നമ്മളൊക്കെ പറയുന്ന ആഗ്രഹങ്ങൾ സാധിച്ചു തരും. പിന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും എല്ലാം സാധിച്ചു തരും. നമുക്ക് ഉണർവുകളും കാര്യങ്ങളും. അഗ്നികാവടി എടുക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും പ്ലാവിന് 10 ടൺ പ്ലാവിന് നിറവിലാണ് നിങ്ങൾ ചാടുന്നത്. മറ്റുള്ളിടത്ത് കനലാട്ടമാണ്. ഇവിടെ നിറഞ്ഞ തീയുടെ മുമ്പിൽ ചാടുന്നത്. അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് ഉള്ള എന്തെങ്കിലും ഒരു അനുഭവം അത് കഴിഞ്ഞിട്ടോ അതിന് മുമ്പുള്ള എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റും? എന്ന് പറഞ്ഞാൽ നമ്മൾ ആഴിയിലിറങ്ങുമ്പോൾ തീയല്ല പൂവിൽ ചവിട്ടുന്ന പോലെയാണ്. നമ്മൾ പൂവിൽ ചവിട്ടി പോകുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഭഗവാന്റെ ഒരു നിഗരം കൊണ്ടാണ്. ഇപ്പൊ എത്ര വർഷം കൊണ്ടുണ്ട്? ഈ വർഷം കൂടെ കൂട്ടുമ്പോൾ 4ാമത്തെ വർഷമാണ്. 4ാമത്തെ വർഷം. നിരവധി വർഷങ്ങൾ കൊണ്ട് ഇവിടെ കഠിനവ്രതം 41 ദിവസത്തെ കഠിനവ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ഉള്ള ഒരു ആചാര അനുഷ്ഠാനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പേരെന്താണ്? എത്ര നാളെ കൊണ്ട്? 13 വർഷം കൊണ്ട്. അപ്പൊ അതിന്റെ എന്താണ് നമ്മുടെ അനുഭവം എന്ന് പറയാം പ്രേക്ഷകർക്ക് വേണ്ടി? സങ്കല്പിക്കാം. ആഗ്രഹം നടന്നു കിട്ടി. കുടികൊള്ളവരല്ലോ
മനോഹരനാണേ നാഗരാജൻ മനോഹരനാണേ രാജൻ മനോഹരനാണേ നാഗരാജൻ മനോഹരനാണേ രാജൻ മനോഹരനാണേ നാഗരാജൻ മനോഹരനാണേ രാജൻ മനോഹരനാണേ നാഗരാജൻ മനോഹരനാണേ നാഗരാജൻ മനോഹരനാണേ നാഗരാജൻ മനോഹരനാണേ രാജൻ മനോഹരനാണേ നാഗരാജൻ കണ്ടാൽ നല്ല സൂര്യോദയം അതുപോലെ രാജൻ വരുന്നത് 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 കണ്ടാൽ നല്ല സൂര്യോദയം. കണ്ണങ്കോട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തില് വിദേശ സാന്നിധ്യം കൂടെ ഇന്ന് കളമെഴുത്തുംപാട്ടില് വിദേശ സാന്നിധ്യം കൂടെ വർദ്ധിക്കുകയാണ്. അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് നമുക്കൊന്ന് പങ്കുവെക്കാം. അതൊരു ആദ്യമായിട്ടാണ് വിദേശി ഇവിടെ വരുന്നത്. ലോക മലയാളികളുടെ ഇടയിൽ അറിഞ്ഞുകേട്ട് വന്നതാണെന്ന് തോന്നുന്നു. എങ്കിൽ തന്നെ അവരുടെ അഭിപ്രായങ്ങൾ ദൈവദർശനം ചാനലിന് വേണ്ടി ഒന്ന് ചോദിക്കുക. വെൽക്കം. യുവർ നെയിം? My name is Oliver. ഒലിവർ. മാഡം? സോഫിയ. എന്താ പേര്? അമ്മു. അപ്പൊ ഇവർക്ക് this experience, this temple experience, speak. Yeah, it was a nice experience. I feel thank you for these people who make this. Maybe they can help a lot of people in the world. It's like how to say this? Maybe I need 3 or 4 days to understand what's happening exactly in my mind when I see this. I can say I hope what they make can help everybody in the world. Madam, your experience, speak. I am very grateful that we can assist to that ritual and that you welcome us for this ritual. Thank you very much. And what I think is that in our society, Occidental society, there is no more ritual. And I think it's missing. So when I can see that, and I can see very young children doing that, and I think it's very good thing for them. And I would have liked to live that too. So thank you very much to open your culture, to open your religion to ours, so that we can see and that we can be inspired by what you do. So thank you very much. Very impressed. I was to see them like that, but I think it's good. I received a lot too. Thank you. നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തി നടത്തുന്ന ഒരു പൂജയാണ് എട്ടാം ദിവസം. നമ്മുടെ കളമെഴുത്തും പാട്ട് അതിനെക്കുറിച്ച്. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ആണ് വെട്ടിക്കവല കണ്ണങ്കോട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ക്ഷേത്രത്തിലെ തൈപ്പൂയത്തോടനുബന്ധിച്ച് നടക്കുന്ന കളമെഴുത്തും പാട്ടും കേരളത്തിൽ തന്നെ വളരെ പ്രസിദ്ധമാണ്. അതിലുപരി പ്രത്യക്ഷ നാഗദൈവങ്ങൾ ഉറഞ്ഞു തുള്ളുന്ന ഈ കളമെഴുത്തും പാട്ടും ഭക്തജനങ്ങളിൽ വളരെയധികം ഭക്തി നൽകപ്പെടുന്നു. ഉച്ഛിഷ്ട കാര്യത്തിന് അതേപോലെ തന്നെ ഈ കളമെഴുത്തും പാട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് നൂറുംപാല്. അനേകം ഭക്തജനങ്ങളാണ് കണ്ണങ്കോട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കളമെഴുത്തും പാട്ടിനും നൂറുംപാലും നടത്തുന്നത്. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഈ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കുവാൻ തന്നെ 10,000 കണക്കിന് ഭക്തജനങ്ങളാണ്
കണ്ണങ്കോട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. പ്രത്യക്ഷ നാഗദൈവങ്ങൾ ഉറഞ്ഞുതുള്ളുന്ന ഈ ഒരു കളമെഴുത്തും പാട്ടും കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമാക്കുന്നു കണ്ണങ്കോട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കളമെഴുത്തും പാട്ടും. ഈ വ്രതശുദ്ധി എന്ന് പറയുമ്പോൾ നമ്മളത് വിവരിച്ചിട്ടില്ല, അതെങ്ങനെയാണ്? പഞ്ചശുദ്ധി വ്രതമാണോ? ഈശ്വരചിന്ത, മനോശുദ്ധി, സാത്വിക ഭക്ഷണം. അപ്പം അതും എല്ലാം ചേർന്നുകൊണ്ട് കൃത്യമായി ഭക്തർ നിർവഹിക്കുന്ന ഒരു കൃത്യമായ ചടങ്ങാണ് ഈ കളമെഴുത്തും പാട്ടും.
വിശ്വസിക്കാനും നിരസിക്കാനും അവകാശമുണ്ട്. പക്ഷേ കണ്ട കാഴ്ചയുടെ അമ്പരപ്പിൽ നിന്നും പെട്ടെന്ന് മുക്തരാകാൻ ആർക്കും കഴിഞ്ഞെന്ന് വരില്ല. സർപ്പരൂപികൾ വിശ്വാസത്തിന്റെ ബലിക്കല്ലിൽ തലതല്ലുന്നു.